ഇന്ന് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ നല്ലൊരു വെള്ളക്കടല മസാലയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണിത്. വീഡിയോ കണ്ട് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. വീഡിയോ കണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 250 കടല 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണിത്. രാത്രി വെള്ളത്തിലിട്ട് രാവിലെ എടുത്താലും മതി. ഇത് കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിന് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കടലയുടെ ഒപ്പം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഒരു എരിവിന് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് വറവായി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയിലെ ജാറിലേക്കിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്കൊരു 3/4 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്കൊരു 6 വെളുത്തുള്ളി അല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. സവാള ഒരു പകുതി മൂപ്പാകുമ്പോൾ വെളുത്തുള്ളി ചേർത്താൽ മതി. ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ നിന്ന് ശരിക്കും അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളം ചേർക്കണ്ട. ഇത് അരപ്പ് ഇതിൽ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ ആ എണ്ണയിലും സവാളയിലൊക്കെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയിലെയും തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ അരിഞ്ഞ് കിട്ടട്ടെ. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലൊരു ടേസ്റ്റ് വരട്ടെ. ഇതുപോലെ ആകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല. ഒരു കുഴമ്പ് രൂപത്തിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതെല്ലാം ഒന്ന് അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ നമ്മൾ ഇറക്കാറാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ കൂടുതലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ റെഡി ആയതിനു ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.